അവിടെ ഇരുന്നോളുമാർക്ക് തുണി കുറവായിരുന്നു, അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കിയത്. എന്നാ ആണുങ്ങളെ ഫുൾ ഡ്രസ്സിലായിരുന്നു അവിടെ ഇരുന്നത്. എടി പുറത്ത് പോയിട്ട് വന്നപ്പോ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. നിനക്കെന്തോ ദേഷ്യമോ വിഷമോ ഒക്കെ ഉണ്ടല്ലോ, എന്ത് പറ്റി? അബിയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോകുമ്പോ പെണ്ണുങ്ങളുടെ വായി നോക്കരുത്. എടി ഞാൻ ആരുടെ വായി നോക്കിയത് നീ പറയുന്നത്? കോഫി ഷോപ്പിൽ ഇരുന്നപ്പോ തൊട്ടടുത്തിരിക്കുന്ന ടേബിളിലെ കുറെ കൂതറ പെണ്ണുങ്ങളുടെ വായി നോക്കല്ലായിരുന്നോ നിങ്ങള്? എടി എന്റെ നേരെ മുന്നിലിരിക്കുന്നവരെ നോക്കാതെ ഞാൻ പിന്നെ കണ്ണടച്ചിരിക്കണോ? എന്തിനാ നോക്കുന്നത്? എനിക്കില്ലാത്ത എന്താ അവർക്കുള്ളത്? എന്റെ അത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഈ പ്രദേശത്തുണ്ടോ? എന്റെ അടി ഒന്ന് നോക്കിന്ന് പറഞ്ഞ ഇപ്പൊ എന്താ സംഭവിച്ചേ? അബി, നീ എന്ത് കാണാനാണ് നോക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എടി എന്തെങ്കിലും കാണാൻ വേണ്ടിയാണോ നോക്കുന്നത്? തൊട്ട് മുന്നിലിരിക്കുന്നവരെ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കരുത്, കേട്ടല്ലോ. എടി നീ തൊട്ടടുത്ത ടേബിളിലെ ആണുങ്ങളെ നോക്കിയില്ലായിരുന്നു? അതിന് ഞാൻ അതിന് എന്തെങ്കിലും പറഞ്ഞു? ഞാനെപ്പോ നോക്കി? നീ നോക്കിയില്ല? അത് പിന്നെ ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. അതുപോലെ ഞാനും വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. എനിക്കെന്താ വെറുതെ നോക്കിക്കൂടെ? ഞങ്ങള് വെറുതെ ആണുങ്ങളെ നോക്കുന്നത് പോലാണോ നിങ്ങൾ പെണ്ണുങ്ങളെ നോക്കുന്നത്? ആണിനും പെണ്ണിനും ഇപ്പൊ തുല്യതയാ. നിനക്ക് നോക്കാൻ പിന്നെ എനിക്ക് നോക്കിക്കൂടെ? അവിടെ ഇരുന്നോളുമാർക്ക് തുണി കുറവായിരുന്നു, അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കിയത്. എന്നാ ആണുങ്ങളെ ഫുൾ ഡ്രസ്സിലായിരുന്നു അവിടെ ഇരുന്നത്. നിന്റെ വംശങ്ങൾ തുണി കൊടുക്കാതെ ഓരോ ശരീരഭാഗങ്ങൾ കാണിച്ചു നടക്കുന്നതിന് ഞങ്ങൾ ആണുങ്ങൾ എന്ത് കഴിച്ചു? അവര് കാണിക്കട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ വേണം? നിങ്ങൾ എന്തിനാ നോക്കുന്നത്? എടി അവർക്ക് കാണിക്കാമെങ്കിലേ പിന്നെ ഞങ്ങൾക്ക് കാണുന്നതിന് എന്താ കുഴപ്പം? ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടാ. അതുപോലെ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാ. കാണാനും നോക്കാനും ഓരോ ന്യായങ്ങൾ. എടി നീ നന്നായിട്ട് മേക്കപ്പ് ഇട്ട് നടക്കുന്നത് എന്തിനാ? എന്നെ കാണിക്കാനല്ലല്ലോ, മറ്റുള്ളവരെ കാണിക്കാനല്ലേ. അതുപോലെ നീ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് എന്തിനാ? അതും എന്നെ കാണിക്കാനല്ലല്ലോ, മറ്റുള്ളവരെ കാണിക്കാനല്ലേ. ഞങ്ങൾ നല്ല ഡ്രസ്സും മേക്കപ്പും ഒക്കെ ഇട്ട് നടക്കുന്നതേ ഞങ്ങളുടെ മാന്യത കാണിക്കാനും വേണ്ടിയിട്ടാ, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എടി മോശം വസ്ത്രം ധരിച്ചവരെ നോക്കിയതാണല്ലോ നിന്റെ പ്രശ്നം. ശരീരഭാഗങ്ങൾ പുറത്ത് കാണിച്ച് നടക്കുന്നവരെ ഇത് കാണുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പുച്ഛിക്കുകയുള്ളൂ. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ മാനിക്കപ്പെടും. എടി പെൺകുട്ടികൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ അത് അച്ഛനമ്മമാരുടെ കഴിവുകേടാണ്. അതുപോലെ തന്നെ ഭാര്യമാർ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടന്നില്ലെങ്കിൽ അത് ഭർത്താക്കന്മാരുടെ കഴിവുകേടാണ്. പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ എതിർത്തിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും എന്റെ പ്രശ്നമല്ല. എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവർ എങ്ങനെ നടക്കുന്നു എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ആരും കാണരുതെങ്കിൽ ആരും നോക്കരുതെങ്കിൽ ഇവരെയൊക്കെ വീട്ടിൽ തന്നെ ഇരുത്തണം. നിന്നെ കൊണ്ട് അതിന് സാധിക്കുമോ? നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും അത് സാധിക്കത്തില്ല. നമ്മുടെ കണ്ണുകൾ നല്ലതും ചീത്തയും കാണും. നല്ലതിനെ ഉൾക്കൊള്ളുക, അല്ലാത്തത് തള്ളിക്കളയുക. അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ പുരുഷന്മാർ നോക്കുന്നത് അവജ്ഞയോടെയായിരിക്കും. ലൈംഗിക ദാരിദ്ര്യമുള്ളവർ മാത്രമായിരിക്കും ഇതിനൊരു അപവാദം. സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കുമ്പോൾ അവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. അതിനുള്ള അവസരം എല്ലാ സഹോദരിമാർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ.